ഞാൻ എന്റെ എല്ലാ വിശ്വാസവും സുഭദ്രാമ്മയിലാണ് അർപ്പിക്കുന്നത്. അവരെ കാത്തു രക്ഷിക്കാൻ അമ്മ മാത്രമേ ഉള്ളൂ. നീ ആകെ ആടി ഉലഞ്ഞു നിൽക്കുകയാണല്ലോ മോളെ. ഇങ്ങനെ നിന്നെ ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ. ഒന്നിനും ഒരു സമാധാനവും കിട്ടുന്നില്ല സീതമ്മേ. ഒരു കാര്യത്തിന്റെ വിചാരം അവസാനിക്കുമ്പോ വേറൊരു കാര്യം അപ്പ കയറി വരും. എല്ലാം മനസമാധാനം തകർക്കുന്ന കാര്യങ്ങളാ. അത് ലോകത്തെ എല്ലാവർക്കും ഉള്ളതാ അഞ്ജലി. അതും വിചാരിച്ച് ഇങ്ങനെ കൂനിക്കൂടിയിരുന്നാ ഇങ്ങനെ ഇരിക്കാനേ സമയം കിട്ടും. മറിച്ച് ഇപ്പൊ നീ ചെയ്യേണ്ടത് ചില കാര്യങ്ങളിൽ ഇറങ്ങി പ്രവർത്തിക്കല. ഞാൻ പറഞ്ഞ ആ കാറ്ററിംഗ് കോൺട്രാക്ടിന്റെ കാര്യം നീ ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ. അത് ചെയ്യാൻ സീതമ്മേ, ചെയ്യാൻ. നമുക്ക് ചെയ്യാന്ന് പറഞ്ഞിങ്ങനെ വെച്ച് താമസിപ്പിച്ച അത് വേറെ ആരെങ്കിലും കൊണ്ടുപോകും. അമ്മ ഇവന്റ്സിന് ആ വർക്ക് കിട്ടിയ കൊള്ളാന്നുണ്ട്. പ്രസാദ് സാറിനെയും കൂട്ടി നീ വേണം അവിടെ ചെന്ന് സംസാരിക്കാൻ. ഇന്നെങ്കി ഇന്ന്, നാളെയാണെങ്കി നാളെ. എന്തു പറയുന്നു? മനഃപൂർവ്വം അല്ല പോകാത്തത്. ഒരു കാര്യത്തിനും ഒരു ഉത്സാഹം വരുന്നില്ല. കാണുന്നതാണെങ്കിൽ ദുസ്വപ്നം മാത്ര. അരുതാത്തതെന്തോ സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ. ഏയ്, അതൊക്കെ വെറും തോന്നലാണെന്നേ. ഇവിടെ ചില ദുരനുഭവങ്ങളൊക്കെ ഉണ്ടായി, ശരിയാ. പക്ഷേ മനസ്സിന് നന്മയുള്ള ആൾക്കാരെ ദൈവം എന്നും ഇങ്ങനെ പരീക്ഷിക്കൊന്നുമില്ല. നല്ലത് വരുമെന്ന് വിചാരിച്ച നല്ലതേ വരൂ. മറിച്ച് ഭയപ്പെട്ട അതേ നടക്കൂ. സീതമ്മ എല്ലാ കാര്യങ്ങളും അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ആ മേഘനാഥൻ ഇഞ്ചോടിഞ്ച് നമ്മളോട് അടുത്തുകൊണ്ടിരിക്കുക. എപ്പോ വേണോ അയാൾ എന്നെ കണ്ടുപിടിക്കും. എന്നെ ഇല്ലായ്മ ചെയ്ത് അയാളുടെ ലക്ഷ്യവും സാധിച്ചെടുക്കും. അതാണ് ഉറക്കത്തിൽ പോലും എന്നെ വേട്ടയാടുന്ന ഭയം. ഞങ്ങളെ കണ്ടുപിടിച്ചു കഴിഞ്ഞാ അയാൾ ആദ്യം ചെയ്യുന്നത് അച്ഛനെ പിടിച്ചുകൊണ്ട് പോവല. അതോർക്കുമ്പോഴാ എന്റെ ഭയം മുഴുവൻ. അവനെ വിട്ടുകൊടുക്കരുത്. അമ്മ വേണം സഹായിക്കാൻ. അല്ല, നമുക്ക് വേണമെങ്കിൽ ഹോസ്പിറ്റലിലേക്ക്. വേണ്ട, കുറച്ച് സമയം കൂടെ നോക്കാം നമുക്ക്. അല്ല, ഇന്നലെ എഴുതി തന്ന മെഡിസിൻസ് ഒക്കെ വാങ്ങിയില്ലേ? വാങ്ങി ഡോക്ടർ. എത്രയാടായി? 60. 60. എന്റെ ഈശ്വര, തലപ്രാന്തൂൽ എന്തൊക്കെയോ കാണിച്ചിട്ട് വാഴ വെട്ടിയിട്ടുമല്ല വീണെന്നാ ഭാസി ചെറുക്കൻ വിളിച്ചു പറഞ്ഞത്. എന്താണോ ഏതാണോ ദൈവത്തിനറിയാം. കുഴപ്പം വല്ല ഉണ്ടെങ്കിൽ ഡോക്ടർ തുറന്നു പറയാൻ മടിക്കണ്ട. ഞങ്ങൾ ബെല്ലൂരോ സിംഗപ്പൂരോ UK-ലോ എവിടെ കൊണ്ട് ചികിത്സിക്കാനും തയ്യാറാണ്. ഇതാരാ? എന്റെ ചേട്ടനാ, വേറൊന്നും വിചാരിക്കരുത്.
ഉം, മേഘനാഥ് സാറിനോട് അത്രയ്ക്ക് അടുപ്പമുള്ളതുകൊണ്ട് ഒരു ആവേശത്തിന് പറഞ്ഞതാ. ഉം. നമുക്കിറങ്ങാം. വെല്ലൂരിലും UK-ലും US-ലൊക്കെ എഴുതുന്ന മരുന്ന് തന്നെയാ ഞങ്ങൾ എഴുതുന്നത്. ഉം, വാങ്ങിക്കുമ്പോൾ ഡോളറിന് പകരം രൂപയാ കൊടുക്കുന്നതെന്ന് മാത്രം. ഉം. ദാ ഇത് പിടിച്ചോ, ഞാൻ ഡോക്ടറെ വിട്ടിട്ട് വരാം. ഉം. അതാ ഡോക്ടർ നമുക്കിട്ടൊരു താങ്ങിയതല്ലേന്നൊരു സംശയം. സർവീസ് റിവോൾവർ ഉണ്ടായിരുന്നെങ്കിൽ ചുമ്മാ ഒന്ന് കാലിൽ വെടിയിച്ചിടായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങൾ എക്സുകാരോട് എല്ലാവർക്കും ഒരു പുച്ഛമാണല്ലോ. ഉം. സാറേ, മേഘ സാറേ, കഷ്ടം, എന്തൊരു കിടപ്പാണ് നോക്കണേ. അതിർത്തിയിൽ വെടിവെച്ചിട്ട ശത്രുവായിരുന്നെങ്കിൽ ഒരു സെൽഫി എടുത്ത് കുറച്ച് ലൈക്ക് കമന്റ് അടിച്ചെടുക്കായിരുന്നു. ആ എന്ത് ചെയ്യാ സാറേ. അപ്പോഴേ സാറേ, ചേട്ടൻ ഞാൻ തിരിച്ചു വിളിച്ചു വരുത്തിയത് ഒരു കാര്യത്തിനാ. ചേട്ടനൊന്ന് ഇവിടെ ഇരിക്കണം, എനിക്കൊന്ന് പുറത്തോട്ട് വരാനാ. ഓഹോ, അപ്പൊ ബൈസ്റ്റാൻഡർ ആയിട്ടാണ് എന്റെ നിയമനം. അതിനോട് ഒരു സ്ത്രീ ഉണ്ടായിരുന്നല്ലേ, അവരോട് പോയി. അമ്പലത്തില്. അമ്പലത്തില് അതിന് ആ മകൻ വീണ് കിട്ടിയതിനും ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണാർത്ഥന. അയ്യോ എന്റെ ചേട്ടാ, അനവസരത്തിൽ കോമഡി അടിക്കല്ലേ. ആ സ്ത്രീക്ക് ഭയം കാരണം ഭക്തിയും വഴിപാടുമായിട്ട് നടക്കുക. ഇപ്പോ മോൻ വീണത് ഏതോ പ്രേതം കയറിയിട്ടാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള പോക്കാ. എപ്പോ വരൂന്നറിയില്ല. അപ്പൊ പിന്നെ മരുന്നൊന്നും വാങ്ങിച്ചില്ലേ? അതിനാ നീ പോവാൻ നിൽക്കണ? പോകുന്നത് മരുന്ന് കൊണ്ടുവരാൻ തന്നെയാ, പക്ഷെ അത് മെഡിക്കൽ ഷോപ്പിൽ കിട്ടുന്ന മരുന്നല്ല. പിന്നെ സ്കൂളിലേക്ക് നടന്നു പോകുന്ന മരുന്നാ. മേഘനാഥ സാർ കട്ടിലിൽ നിന്ന് എഴുന്നേക്കണമെങ്കിലേ ആ മരുന്ന് കുട്ടിയെ കൊണ്ടേ പറ്റൂ. മരുന്ന് കൂട്ടിയാ? ഗുഡ് മോർണിംഗ് അച്യുത്. ഗുഡ് മോർണിംഗ് ചേട്ടാ. അങ്കിളാണെന്നാ ഞാൻ ആദ്യം വിചാരിച്ചത്. ആ, എവിടെ പോയി അങ്കിള്? കണ്ടില്ലല്ലോ. അങ്കിളിന് തീരെ വയ്യ അച്ചു. ബോധം കെട്ട് കണ്ണു തുറക്കാതെ കിടപ്പില്ല. അയ്യോ, അസുഖമായോ അങ്കിളിന്? എന്തു പറ്റി ബോധം കെടാൻ? അതിപ്പോ അസുഖമാണോ വേറെന്തെങ്കിലും ആണോന്ന് അറിയില്ല അച്യുതേ. ഡോക്ടർ നോക്കിയിട്ടേ മനപ്രയാസമാണെന്നാ പറഞ്ഞേ. മനപ്രയാസോ? അതെന്ത് പ്രയാസ അസുഖോ? അത് എല്ലാ മനുഷ്യർക്കും വരുന്നൊരു പ്രയാസമാ മോനെ. ഒരു തരം അസുഖം തന്നെ. ആ അസുഖം വന്നാലേ മാറിക്കിട്ടാൻ വലിയ പാടാ. അസുഖം വരുന്ന ആളിന് കാണാൻ ഇഷ്ടമുള്ള ആള് കൂടെ ഉണ്ടെങ്കിൽ അസുഖം കുറയുന്നാ ഡോക്ടർ പറഞ്ഞത്. അയ്യോ, ആണോ? പാവ അങ്കിൾ. ഉം. അങ്കിളിന്റെ മോനിപ്പോ കൂടെ ഉണ്ടായിരുന്നെങ്കിലേ അങ്കിളിന്റെ മനപ്രയാസമൊക്കെ മാറിയേനെ അല്ലേ ചേട്ടാ? ആ അത് ശരിയാ. പക്ഷെ ആ മോനെ കണ്ടുകിട്ടിയില്ലല്ലോ, അതല്ലേ പ്രശ്നം. അത് തന്നെ. പിന്നെ ഇനി എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാനൊക്കെ വേറൊരു വഴിയുണ്ട്. അതിനു വേണ്ടിട്ടാ സാറിന്റെ കാറും എടുത്ത് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയത്. അതെന്ത് വഴി? എന്നോട് പറയാൻ പറ്റോ? പറയാലോ. ആ അങ്കിളിന് സ്വന്തം മോനെ പോലെ ഇഷ്ടമുള്ള മറ്റൊരാളുണ്ട് ഈ ലോകത്തില്. തൽക്കാലം ആ ആളെ കണ്ട അങ്കിളുടെ അസുഖം എല്ലാം മാറും. ഓ, മനസ്സിലായി മനസ്സിലായി. അത് ആരാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. അതീ ഞാനല്ലേ? അതെ മോനെ, അത് നീയാ. നിന്നെ കണ്ടാലേ അങ്കിളുടെ അസുഖം എല്ലാം മാറും. മോൻ എന്റെ കൂടെ അങ്കിളുടെ വീട് വരെ ഒന്ന് വരാൻ പറ്റുമോ? പക്ഷെ ചേട്ടാ, ഞാൻ സ്കൂളിൽ പോവാൻ പുറപ്പെട്ടല്ലേ. സ്കൂളിൽ പോവാതെ എങ്ങനെയാ വരുന്നേ? അത് സാരമില്ല അച്യുത്. നമുക്ക് അങ്കിളിനെ കണ്ട് അങ്കിൾ കണ്ണു തുറന്ന് ഓക്കെ ആയ ഉടൻ തന്നെ സ്കൂളിൽ പോവാല്ലോ. കൂടിപ്പോയാ ഒരു 10-20 മിനിറ്റ് അത്രേ എടുക്കൂ. എന്നാലും അമ്മയോടൊന്നും ചോദിക്കാതെ. അച്യുത് ഒരു കാരണവശാലും വിഷമിക്കണ്ട. ഇപ്പൊ അമ്മയോട് ഉണ്ടായിരുന്നെങ്കിലേ അച്യുതിനോട് അങ്കിളിനെ രക്ഷിച്ചിട്ട് വരാനേ പറയുള്ളായിരുന്നു. സുഖമില്ലാത്ത ഒരാളിനെ സഹായിക്കുന്നത് നല്ല കാര്യമല്ലേ? അതറിയുമ്പോ അച്യുതിനെ അഭിനന്ദിക്കുകയുള്ളൂ. ആണോ? ആ, അപ്പ അമ്മ വഴക്കൊന്നും പറയില്ലേ? ഒരിക്കലുമില്ല, മറിച്ച് സന്തോഷിക്കുകയുള്ളൂ. വേണമെങ്കിൽ അങ്കിളിന്റെ വീട്ടിൽ പോയിട്ട് നമുക്ക് ഫോൺ വിളിച്ച് അമ്മയോട് പറയാം. അപ്പൊ അറിയാലോ അമ്മ എന്ത് പറയൂന്ന്. എന്നാലും അച്യുതേ, ഇനിയും താമസിച്ച അങ്കിളുടെ ജീവൻ തന്നെ നഷ്ടമായിന്ന് വരും. സമയം കളയാനില്ല, വാ പോവാം നമുക്ക്. ആ വാ.
അത് അച്യുതാണല്ലോ. ഏതോ റിലേറ്റീവ് കാറൊക്കെ ആയിട്ട് കൊണ്ടുപോകാണെന്ന് തോന്നുന്നു. പൊരിവയിലെത്ത് അത് നന്നായി. ആരതിക്ക് വീട്ടിലാരൊക്കെയുണ്ട്? ഒരു ചേച്ചി ഒരു അനിയത്തി. ചേച്ചിയാണോ കാര്യങ്ങളൊക്കെ നോക്കുന്നേ? ചേച്ചിക്ക് ഒരു സഹായം ആവട്ടെ എന്ന് വെച്ചിട്ടാ ഞാനിങ്ങനെ. എല്ലാത്തിനും ചേച്ചിയെ ബുദ്ധിമുട്ടിക്കാതെ കഴിയാലോ. അല്ലെങ്കിലും സ്വന്തം ആവശ്യങ്ങൾക്ക് സ്വയം അധ്വാനിച്ച് പണം ഉണ്ടാക്കുന്നത് നല്ല കാര്യമാണ്. വരൂ. അതെ, ഇതിന്റെയൊക്കെ കണക്കെടുത്ത് നമ്മൾ സമയം കളയണ്ട. അതിനൊക്കെ വേറെ ആൾക്കാർ വെച്ചിട്ടുണ്ട്, അവർ ചെയ്തോളും. എന്നാ പിന്നെ ഞാനങ്ങോട്ട് തിരികെ പോയിക്കോട്ടെ ചേട്ടാ. അയ്യോ, പോവല്ലേ പോവല്ലേ. പോവാനല്ലല്ലോ നമ്മൾ ഇങ്ങോട്ട് വന്നത്. സ്വസ്ഥമായിട്ട് ഒന്നിരുന്ന് വർത്തമാനം പറയാനല്ലേ. വർത്തമാനം പറയാനോ? അതെ. അല്ല, വന്നപ്പോ മുതൽ ഞാൻ വിചാരിക്കുന്നതാ ആരതി ശരിയായിട്ടൊന്ന് പരിചയപ്പെടണമെന്ന്. അവിടെയാണ് ഈ കസ്റ്റമേഴ്സിന്റെ ബഹളവും സ്റ്റാഫിന്റെ നോട്ടവും എല്ലാം കൂടി ഒരു സ്വസ്ഥത കിട്ടില്ല. അതാ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞത്. ദാ അവിടെ അപ്പുറത്ത് വെൽ ഫർണിഷ് ആയിട്ടുള്ള റൂമുണ്ട് എനിക്ക്. നമുക്കവിടെ പോയിരിക്കാം. AC ഒക്കെ ഉണ്ട്. കുടിക്കാൻ ബിയറോ ഹോട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുത്താം. ബിയറോ? ചേട്ടൻ എന്തൊക്കെയാ പറയുന്നേ? ഓ, ആരതിക്ക് ഇതൊന്നും അത്ര പരിചയം കാണില്ലല്ലേ. സാരമില്ല, ഇങ്ങനെയൊക്കെയല്ലേ പരിചയപ്പെടുന്നത്. ആഫ്റ്റർ ഓൾ നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ എന്തിനാ വേണ്ടാന്ന് വെക്കുന്നത്? സോറി, ചേട്ടൻ ഉദ്ദേശിക്കുന്ന സന്തോഷം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്കത് തരാൻ വലിയ ബുദ്ധിമുട്ടാ. ഇവിടെ സ്റ്റോറിൽ എന്തെങ്കിലും ജോലി ചെയ്യാനുണ്ടെങ്കിൽ പറയും, അതല്ലെങ്കിൽ ഞാൻ തിരിച്ചു പോവാ. അങ്ങനെ അങ്ങ് പോയാലോ? പറയട്ടെ ഞാൻ. ആരെങ്കിലും കേക്കൊന്നു. കേക്ക്. അരുതി. എന്താ ആരതി, എന്തു പറ്റി? എന്ത് കണ്ടിട്ടാ പേടിച്ചു കൊടുത്തേ? അയാള് ആ കട മുതലാളി എന്റെ കൈ കയറി പിടിച്ചു. അനാവശ്യങ്ങൾ പറഞ്ഞു. അയാള് ചീത്തയാ. മുരളി പറയുന്നത് കേക്ക്. നീ ഒന്നും പറയണ്ട, ഞാനൊന്ന് പറയട്ടെ. മുരളി എടാ, നിന്റെ ഞരമ്പുരോഗത്തെ കുറിച്ച് എനിക്ക് അറിയാഞ്ഞിട്ടല്ല. ഞാൻ പറഞ്ഞയച്ചൊരു പെൺകുട്ടിയുടെ നിരക്ക് നീ അത് എടുക്കില്ല എന്ന് വിചാരിച്ചിട്ടാ. മേലാലിങ്ങനെ ആരോടും നീ ചെയ്യരുത് കേട്ടോടാ. എടാ,
ജീവിക്കാൻ നിവർത്തിയില്ലാതെ റോഡിൽ പിച്ചെടുക്കുന്ന ആൾക്കാർക്ക് നിന്നേക്കാളും അന്തസ്സുണ്ട്. അമ്മയും പെങ്ങളെ തിരിച്ചറിയാത്തവൻ ഇനി ഒരു പിച്ചക്കാരോട് സഹകരിച്ചാലും മേല നിന്നോട് സഹകരിക്കില്ല. കഷ്ടം. ഷടാ, കാട്ടിലെ കടുവയെ പോലെ എത്ര മതിച്ചു കിടന്ന മനുഷ്യനാണെന്ന് നോക്കണേ. ആ, തലയിലെ പിരിവെട്ടിയ കടുവയായാലും കാട്ടാനയായാലും ഇത് തന്നെയാണ് അവസ്ഥ. ആ, ഭാസി അവ ഇയാളെ നന്നാക്ക എന്ത് മാരണം കൊണ്ടാണ് ഭരണേ നോക്കികളെ. വാ മോനെ, ബുക്കും ബാഗൊക്കെ ഇവിടെ തന്നെ വച്ചേക്ക്. തിരിച്ചു പോകുമ്പോ എടുക്കാം. ഇതാണോ അങ്കിളുടെ വീട്? ഏയ്, അങ്കിളുടെ വീട് വലിയൊരു കൊട്ടാരവാ. ഇതൊരു കൊച്ചു വാടക വീടാ. വാ. എവിടെ? നിന്റെ കയ്യിലൊന്നും കാണില്ലല്ലേ? എടാ, സാറിന് എന്തോ മരുന്നോ ഔഷധമോ കൊണ്ടുവരാൻ പോണെന്ന് പറഞ്ഞല്ലേ നീ പോയത്? എന്നിട്ട്? ആ, ദാ ഇതാണ് സാറിനുള്ള ഔഷധം. പേര് അച്യുത്. ഇത് മരുന്ന? നീ എന്തോന്നാണ് ഈ പറയണത്? അയാളെ കൂടെ നിന്ന് നിന്റെ തലയ്ക്ക് ലൂസായ? ലൂസും ടൈറ്റൊന്നും അല്ല. അച്യുതിനോട് തീരാത്ത വാത്സല്യ സാറിന്. പണ്ട് നഷ്ടപ്പെട്ടു പോയ മോനെ പോലെയാ. അതുകൊണ്ട് ഇവന്റെ ഒരു വിളി കേട്ടാ സാറിന്റെ പഞ്ചേന്ദ്രിയങ്ങൾ ഉണർന്ന് സാർ ഉണരും. അച്യുത് തൊട്ടാലേ ഷോക്ക് അടിച്ചതുപോലെ എഴുന്നേറ്റിരിക്കുകയും ചെയ്യും. അതെനിക്ക് ഉറപ്പാ. വാ മോനെ, നമുക്ക് അങ്കിളിനെ കാണാം. വാ. ചേടാ, ഷോക്ക് അടിച്ച മനുഷ്യൻ പടഞ്ഞ് ചാവയല്ലേ ഉള്ളൂ. എണീറ്റിരിക്കണത് അങ്ങനെ. ഈ ഭാസീരിയൻ തലപ്പിരി ലൂസായ ലക്ഷണമാണല്ലേ. മോൻ അങ്കിളേന്നൊന്ന് വിളിക്ക്. സാർ കണ്ണു തുറക്കും. അങ്കിളെ, അങ്കിളെ. വിളിക്ക് മോനെ, ഒന്നുകൂടെ വിളിക്ക്. ദേഹത്ത് തൊട്ട് വിളിക്ക്. അപ്പ സാർ കണ്ണു തുറക്കും. അങ്കിളെ, അങ്കിൾ, അങ്കിൾ വേക്ക് അപ്പ്. അങ്കിൾ. അച്യുത്, ഓ മൈ ഗോഡ്, നീ എങ്ങനെ ഇവിടെ വന്നു? ഈ ചേട്ടൻ പറഞ്ഞു അങ്കിളിന് സുഖമില്ലാതെ കിടക്കുകയാണെന്ന്. അതുകൊണ്ട് വന്നതാ അങ്കിളിനെ കാണാൻ.